ഹായ് ഓൾ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ 5 ഇയർ LLBയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻട്രൻസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ LLB എന്ന കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും റാങ്കും സ്കോറും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ SC/BC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 10% മാർക്കും, അതുപോലെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 5% മാർക്കുമാണ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഒരു കട്ട് ഓഫിന് താഴെ പോയിട്ടുള്ള ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനിലൊന്നും പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പരാതിയുള്ള ആൾക്കാർ, കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ അറിയിക്കാവുന്നതാണ്. 25/9/2022 4 മണിക്ക് മുന്നായിട്ട് ഇമെയിൽ വഴി നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് ഓഫീസിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില കാൻഡിഡേറ്റ്സിൻ്റെ റാങ്ക് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആപ്ലിക്കേഷനിലുള്ള എന്തെങ്കിലും ഡിഫക്ട്സ് മൂലമാണ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ഡിഫക്റ്റ് പരിഹരിച്ചാൽ മാത്രമാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അതും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എൻട്രൻസ് കമ്മീഷണർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലെ 35ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ D ആയിരുന്നു. അത് ഓപ്ഷൻ A ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 48th ക്വസ്റ്റ്യന് ഇംഗ്ലീഷിലെ ആൻസർ കീയിൽ B ആയിരുന്നു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും A ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാറ്റങ്ങളാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ വരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5 ഇയർ കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഡിഫക്റ്റ് ഉള്ളവരുടെ റിസൾട്ടാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഡിഫക്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വെരിഫൈ ചെയ്യുക. കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇൻകം, റിസർവേഷൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലിൽ മെമോ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 3/10/2022 4 മണി വരെയാണ് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേറ്റിവിറ്റിയിൽ എന്തെങ്കിലും ഡിഫക്ട്സ് കാണിക്കുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിമുകൾ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഡിഫക്റ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. സോ 5 ഇയേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രൊവിഷണലാണിപ്പം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും 5 ഇയേഴ്സിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കോറും റാങ്കുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡിഫക്ട്സ് ഉള്ളവർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഡിഫക്റ്റുകൾ പരിഹരിക്കുക. അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, ആ കംപ്ലയിൻറ്റ്സ് എല്ലാം പരിഹരിച്ചതിന് ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. താങ്ക് യു.